10 വയസ്സുള്ള കുട്ടിയുടെ ബാഗിൽ ഒളിച്ചു വെച്ചതോ അതീവ രഹസ്യം. ആ രഹസ്യം കണ്ടുപിടിച്ചത് വീട്ടിലെ വേലക്കാരി സരസു. ഒരു ദിവസം വേലക്കാരി കുട്ടിയുടെ ബാഗ് തുറന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അതെ, നമുക്ക് കഥയിലേക്കൊന്നു പോയാലോ? പാലക്കാട് ഗ്രാമത്തിലെ വലിയൊരു വീട്. അവിടെയാണ് രാജേന്ദ്ര പ്രസാദും രേഖയും അഭിയും താമസിക്കുന്നത്. വലിയൊരു കൊട്ടാരം പോലത്തെ ആ വീട്ടിൽ അവിടെ താമസിക്കുന്നവരുടെ ഹൃദയം ഒരേപോലെയായിരുന്നില്ല. രാജേന്ദ്ര പ്രസാദ് എപ്പോഴും തിരക്കുള്ള ഒരു ബിസിനസ്മാൻ ആയിരുന്നു. ഭാര്യ രേഖ മുഖത്ത് എപ്പോഴും ദേഷ്യം മാത്രം. ഷോപ്പിംഗ്, ഫ്രണ്ട്സ്, പാർട്ടിയുമായി നടക്കുന്നു. എന്നാൽ അതിനിടയിൽ അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു കുട്ടിയുണ്ട്. ആദി, അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം അനുഭവിക്കാത്ത കുട്ടി. ആദി സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴോ സ്നേഹിക്കാനോ സംസാരിക്കുവാനോ രേഖ തയ്യാറായിരുന്നില്ല. രാജേന്ദ്ര പ്രസാദ് ആദിയോട് സ്നേഹം കാണിച്ചിരുന്നില്ല. അതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. അമ്മയുടെ സ്നേഹം കിട്ടാതെ അവൻ കൊതിച്ചു. ഒരു ദിവസം നിറകണ്ണുകളുമായി അവൻ അമ്മ രേഖയോട് പറഞ്ഞു, ഇന്ന് എൻ്റെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ഉണ്ട്, അമ്മ വരണം. എന്നാൽ ഇത് കേട്ടപ്പോൾ ദേഷ്യത്തോടു കൂടി തന്നെ രേഖ എതിർത്ത് പറഞ്ഞു. ആദി എന്ത് തെറ്റ് ചെയ്താലും വലിയ ശിക്ഷയാണ് രാജേന്ദ്ര പ്രസാദും രേഖയും ആദിക്ക് കൊടുക്കുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ടുനിന്ന മറ്റൊരാൾ ആ വീട്ടിലുണ്ടായിരുന്നു. അവിടുത്തെ തന്നെ വേലക്കാരി സരസു. സരസു ആദിയുടെ മനസ്സ് മനസ്സിലാക്കി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്ത ആ വീട്ടിനെ തേടിയെത്തി. അതെ, രേഖ ഗർഭിണിയാണ്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ രേഖ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുട്ടിയുടെ വന്നതോടുകൂടി ആദിയെ പിന്നെ ആരും ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെയായി. ആദിയുടെ കാര്യം നോക്കുവാനോ ആദിയെക്കുറിച്ച് ശ്രദ്ധിക്കുവാനോ നേരമില്ല. എപ്പോഴും രേഖയ്ക്ക് ആദിയോട് ദേഷ്യം മാത്രം. ആദിയെ ഒരു ശല്യമായിട്ടാണ് അവർ രണ്ടുപേരും കാണുന്നത്. ഒരു ദിവസം ആദി സ്കൂളിൽ നിന്ന് വൈകിയെത്തി. വാതിൽ തുറന്നപ്പോൾ ആദിയുടെ മുൻപിൽ രേഖ ദേഷ്യം കൊണ്ട് തന്നെ വിറച്ചു നിന്നു. രേഖ അവൻ എന്താണ് നേരം വൈകിയതെന്ന് ഒന്നും തന്നെ തിരക്കാതെ ആദിയോട് ദേഷ്യപ്പെടുവാൻ തുടങ്ങി. ആദിയെ തല്ലുവാൻ കൈകളോങ്ങി. ആദി ഇതെല്ലാം കണ്ട് കൈകൾ വിറച്ചു നിന്നു. ആദിയെ രേഖ വീട്ടിൽ നിന്ന് പുറത്തു നിർത്തി. ഇനി നീ ഇവിടെ കഴിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. രേഖ പോയ ഉടനെ തന്നെ സരസു ആദിയെ ചേർത്ത് പിടിച്ചു. സരസുവാണ് ആദിയുടെ ഏക ആശ്രയം. ആദി സരസുമായി കൂടുതലെടുത്തു. രേഖ ആദിക്ക് ഭക്ഷണം കൊടുക്കാത്ത എത്രയോ ദിവസങ്ങളുണ്ട്. എന്നാൽ സരസു ആരും കാണാതെ ആദിക്ക് ഭക്ഷണം വാരിക്കൊടുക്കും. അങ്ങനെ ആദിയും സരസുമായി ഏറെ അടുക്കുന്നു. ഒരു അമ്മയോടുള്ള സ്നേഹം ആദിക്ക് സരസുവിനോട് തോന്നുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും സരസു ആദിയെ കൂടുതൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കാര്യം സരസുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദി എന്നും അവൻ്റെ ബാഗ് തുറന്ന് കുറേ സമയം അവൻ്റെ ബാഗിലേക്ക് നോക്കി നിൽക്കും. ശേഷം കണ്ണുകൾ നിറയ്ക്കും. സരസു ഇത് കണ്ടു. ഒരു ദിവസം ആദിയില്ലാത്ത സമയത്ത് സരസു മുറിയിൽ പോയി ആദിയുടെ ബാഗ് തുറന്നു. അപ്പോഴാണ് ആ ബാഗിൽ ഒരു കാഴ്ച സരസുവിൻ്റെ കണ്ണിൽപ്പെട്ടത്. അതെ, അപ്പോഴാണ് ആ സത്യം സരസു അറിയുന്നത്. ആ കുട്ടിയുടെ ബാഗിൽ ഒരു ഫോട്ടോ. ആ ഫോട്ടോയിൽ ഒരാളെ മാത്രം സരസുവിന് മനസ്സിലായി. അത് ആദിയെ ആയിരുന്നു. എന്നാൽ പിന്നെയുള്ള 2 പേർ ആരാണെന്ന് സരസുവിന് മനസ്സിലായില്ല. സരസു നേരെ ആദിയുടെ അരികിലേക്ക് പോയി. ആദിയുടെ മുന്നിലേക്ക് ആ ഫോട്ടോ കാണിച്ചു. ഇതാരാണ് മോനെ എന്ന് ചോദിച്ചു. ആദി നിറകണ്ണുകളുമായി ആ സത്യം പറഞ്ഞു. ഇത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ ആണ്. സരസുവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം നിറഞ്ഞൊഴുകി. ശേഷം സരസു ആദിയോട് ചോദിച്ചു, മോൻ എന്താണ് പറയുന്നത്? അഭി നിറകണ്ണുകളുമായി പിന്നെയും തുറന്നു. ഈ വീട്ടിലുള്ളത് എൻ്റെ അച്ഛനും അമ്മയുമല്ല. എൻ്റെ അമ്മ വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയി. അവൻ്റെ ശബ്ദം വളരെ ചെറുതായിരുന്നു. സരസുവിൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. ആദി പിന്നെയും തുടർന്നു. ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷത്തിലൂടെയായിരുന്നു കഴിഞ്ഞു പോയിരുന്നത്. പിന്നീട് അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അമ്മ എന്നെയും അച്ഛനെയും വിട്ടുപോയി. ഇതെല്ലാം കേട്ടപ്പോൾ സരസു കണ്ണുകൾ താഴ്ത്തി. അമ്മ പോയതിന് ശേഷം അച്ഛൻ രണ്ടാമത് രേഖമ്മയെ വിവാഹം കഴിച്ചു.
ആദ്യമൊക്കെ അച്ഛൻ എന്നോട് സ്നേഹം കാട്ടിയിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് സ്നേഹമില്ലാതെയായി തുടങ്ങി. എന്നാൽ പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. അമ്മ, രേഖമ്മ ഒരിക്കലും അച്ഛന് സ്നേഹം കൊടുത്തിട്ടില്ല. അച്ഛൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും കുറ്റം മാത്രമാണ് കണ്ടത്. കുറ്റങ്ങൾ മാത്രം എപ്പോഴും രേഖമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. അച്ഛന് ഒരു സമാധാനം കൊടുത്തിരുന്നില്ല. അങ്ങനെ ഒടുവിൽ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. എന്നെ ഈ ലോകത്തിൽ തനിച്ചാക്കി അച്ഛനും അമ്മയും വിട്ടുപോയി. രേഖമ്മ സ്നേഹിക്കുന്ന ഒരാളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇവിടെയുള്ളത് അദ്ദേഹമാണ്. എൻ്റെ അച്ഛനല്ല, ഇതെൻ്റെ അമ്മയല്ല. ഇതെല്ലാം കേട്ടപ്പോൾ സരസു അഭിയെ ചേർത്ത് പിടിച്ചു. സരസു ഒന്നും പറഞ്ഞില്ല. സരസുവിൻ്റെ മനസ്സിൽ ഒരു തീരുമാനമുണ്ടായി. ഈ കുട്ടിയെ ഇനി ഒറ്റയ്ക്ക് ഇവിടെ നിർത്തുവാൻ സാധിക്കുകയില്ല. ഈ കുട്ടിയെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ആദിയുടെ കഥ സരസുവിൻ്റെ മനസ്സിൽ ഒരു ഭാരമായിരുന്നു. അന്നു മുതൽ രേഖയുടെ ഓരോ വാക്കും ഓരോ നോക്കും സരസു എതിർക്കുവാൻ തുടങ്ങി. ആദിയുടെ ഈ വിഷമം കണ്ടപ്പോൾ സരസുവിന് കൂടുതൽ ചിന്തിക്കേണ്ടി വന്നില്ല. ആദിയുടെ കണ്ണുകളിൽ അവൾ കണ്ടത് സാധാരണ ദുഃഖമല്ല. ആ ദിവസം തന്നെ ആദിയുടെ ബാഗെടുത്ത് വസ്ത്രങ്ങളെല്ലാം മടക്കി വെച്ച് അമ്മയുടെ ഫോട്ടോ അവൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നീട് സരസുവിൻ്റെ ഗ്രാമത്തിലേക്ക് ആദിയെയും കൊണ്ട് സരസു യാത്രയായി. അതെ, ഗ്രാമത്തിലേക്ക് എത്തിയപ്പോൾ ആദിയുടെ കണ്ണുകൾ നിറഞ്ഞു. നഗരത്തിൽ ജനിച്ചു വളർന്ന ആദിക്ക് സ്വർഗം പോലെ തോന്നി ഗ്രാമത്തിലെത്തിയപ്പോൾ. അവിടുത്തെ വാതിലുകൾ എപ്പോഴും തുറന്നിരുന്നു. രാവിലെ കോഴിയുടെ കൂക്കൽ, വൈകിട്ട് മണ്ണിൻ്റെ മണം. ആരും അവന് ചീത്ത പറയുവാനോ ഒന്നിനു തന്നെയില്ല. അവിടെ തന്നെ സരസുവിൻ്റെ കുട്ടികൾ അവൻ്റെ ഒപ്പം കൂട്ടുകൂടി. ഇവൻ നമ്മളിലൊരാളാണ്, സരസു കുട്ടികളോട് പറഞ്ഞു. അബി അങ്ങനെ അവരുടെ കൂടെ പഠിച്ചു. അവരുടെ കൈകൾ പിടിച്ച് അക്ഷരങ്ങൾ എഴുതി. പാടത്തിലൂടെ ഓടിച്ചാടി നടന്നു. അബി അങ്ങനെ അവരുടെ ഒപ്പം തന്നെ കഴിഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അബി വളർന്നു. അബിയുടെ കണ്ണുകളിൽ ഇനി ഭയമില്ല. അമ്മയുടെ ഫോട്ടോ ഇപ്പോൾ അവൻ്റെ മേശയിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ ആദി സരസുവിൻ്റെ കുട്ടികളുടെയും ഒപ്പം സന്തോഷത്തോടു കൂടി തന്നെ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ആദി പഠിച്ചു നല്ല നിലയിലെത്തി. അവൻ ഗ്രാമത്തിൽ തന്നെ ഒരു സ്നേഹവീട് എന്നൊരു പദ്ധതി തുടങ്ങി. ഒരു അനാഥ മന്ദിരം, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെ എത്തുന്ന കുട്ടികൾ ഒരേപോലെയായിരുന്നു. നിശബ്ദം, ഭയം, കണ്ണുകളിൽ ചോദ്യങ്ങളുള്ള കുട്ടികൾ. അങ്ങനെ ആ സ്നേഹമന്ദിരത്തിൻ്റെ വാതിൽ തുറക്കുന്ന ഒരു ദിവസം വൈകുന്നേരം, അകത്ത് കുട്ടികളുടെ ചിരി, പുസ്തകങ്ങളുടെ ശബ്ദം, ജീവിതം. വാതിലിന് മുൻപിൽ അവിടെ 2 പേർ വന്നു നിൽക്കുന്നു. അത് രേഖയും രാജേന്ദ്ര പ്രസാദുമായിരുന്നു. കാലം അവരെ മാറ്റിയിരുന്നു. മുഖത്ത് ക്ഷീണം, കണ്ണുകളിൽ ഭയം. അബി അവരെ അകലെ നിന്ന് കണ്ടു. ഒരു നിമിഷം മാത്രം അവൻ്റെ ഉള്ളിൽ എല്ലാം തെളിഞ്ഞു. ആദിക്ക് അവരെ അകലെ നിന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. അവൻ മുന്നോട്ട് നടന്നു. രാജേന്ദ്ര പ്രസാദും രേഖയും അവൻ്റെ അരികിലേക്ക് വന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു ആശ്രയം തരുമോ എന്ന് ചോദിച്ചു. ആദി നിറകണ്ണുകളുമായി പറഞ്ഞു, ഇവിടെ കുട്ടികൾക്ക് മാത്രമാണുള്ളത്. നിങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോയിക്കോളൂ. രാജേന്ദ്ര പ്രസാദും രേഖയും അവിടെ നിന്ന് നിറകണ്ണുകളുമായി പടിയിറങ്ങി. എന്നാൽ അവർക്കൊരിക്കലും മനസ്സിലായില്ല തങ്ങൾ മുൻപ് ആട്ടിയിറക്കിയ കുട്ടിയാണ് ഇത് എന്ന്. ആദിക്ക് അവരെ മനസ്സിലായിട്ടും മനസ്സിലാവാത്തതുപോലെ തന്നെ നിന്നു. ആദി തകർന്നില്ല. അവനെ തകർക്കാൻ ശ്രമിച്ച ലോകത്തോട് അവൻ ശബ്ദമില്ലാതെ പൊരുത്തി വിജയിച്ചു. ചില കുട്ടികൾ അങ്ങനെയാണ്, അവഗണന സഹിച്ച് വളരും. പക്ഷേ ആ വേദനയെ മറ്റുള്ളവർക്കുള്ള ആശ്രയമായി മാറ്റും. ആദി അങ്ങനെ ഒരാളായിരുന്നു. അവനെ രക്ഷിച്ചത് അവൻ്റെ ആ വലിയ വീടല്ല, ഒരു വലിയ ബന്ധവുമല്ല. ഇന്നവൻ പല കൈകൾ പിടിക്കുന്നു. ഓർക്കുക, നമ്മൾ എവിടെ നിന്ന് വന്നത് എന്നല്ല പ്രാധാന്യം, എവിടേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോകുന്നു എന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ വിജയത്തിൻ്റെ പടികൾ കയറിക്കൊണ്ടേയിരിക്കും. അതിനൊരു ഉദാഹരണമാണ് ഈ കഥയിലെ ആദി.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ, ലൈക്ക് ചെയ്തോളോ, സപ്പോർട്ട് ചെയ്തോളോ. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയായിട്ട് കാണാം.